നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സൗദി സഞ്ചാരികൾക്കായി വഴി തുറന്നത് മുതൽ പുതിയ നിയമങ്ങൾ അവർക്കായി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത എന്നത് സൗദിയിൽ ഭിന്നശേഷിക്കാരായ വിമാനയാത്രക്കാർക്കുള്ള സേവനങ്ങൾക്ക് പ്രത്യേക ഫീസ് ഈടാക്കരുതെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് തന്നെ. ഇവർക്ക് ആവശ്യമായ സേവനങ്ങൾ സൗജന്യമായി ഒരുക്കുവാനും കമ്പനികളോട് ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഭിന്നശേഷിക്കാർക്കും വികലാംഗർക്കും ആവശ്യമായ പ്രത്യേക സേവനങ്ങളും പരിചരണങ്ങളും നൽകുന്നതിനാണ് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തന്നെ. ഇത്തരം സേവനങ്ങൾക്ക് യാത്രക്കാരിൽ നിന്നും അധിക ഫീസോ നിരക്ക് വർധനവോ ഈടാക്കാൻ പാടില്ലെന്നും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് കമ്പനികൾ ബാധ്യസ്ഥമാണ് എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അംഗവൈകല്യമുള്ളവരുടെ ഊന്നുവടികൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ സൂക്ഷിക്കുന്നതിന് വിമാന ജീവനക്കാരോട് ആവശ്യപ്പെടാനും അവകാശം നൽകുന്നതാണ് ഏവിയേഷൻ അതോറിറ്റിയുടെ ഈ പുതിയ നിർദ്ദേശം കൽപ്പിക്കുന്നത് തന്നെ. ഇത്തരം യാത്രക്കാരെ വിമാനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും സഹായിക്കാനും വിമാന കമ്പനികൾ ബാധ്യസ്ഥരായിരിക്കും. ടെർമിനലിന്റെ കവാടത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതുവരെയും ഇറങ്ങുമ്പോൾ ടെർമിനലിന് പുറത്തേക്ക് എത്തുന്നതുവരെയും കമ്പനികളുടെ സഹായം ലഭ്യമാക്കണമെന്നും നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കാലതാമസം കൂടാതെ അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും കമ്പനികൾ ഉറപ്പുവരുത്തണമെന്നും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ നിയമം ഏറെ സഹായകരമാണ്. ഭിന്നശേഷിക്കാർക്ക് ഇതൊരു ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക്, അതായത് ജോലി ചെയ്യുക മാത്രമല്ല ചികിത്സയ്ക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന പ്രവാസികൾക്കും ഇത് വലിയ ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.